തിരൂരങ്ങാടി തൃക്കുളത്താണ് അമ്പലപ്പടി സ്വദേശിനിയായ 78 വയസ്സുള്ള രാധയെ മകൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നത്. 2021 സംഭവം. തുടർന്ന് 4 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ രാധയ്ക്ക് സ്വന്തം വീട് തിരികെ ലഭിച്ചിരിക്കുകയാണ്. കിടപ്പാടത്തിനായുള്ള നിയമ പോരാട്ടത്തിൽ RDOയും ജില്ലാ കളക്ടറും ഒടുവിൽ ഹൈക്കോടതിയും വരെ മകനെ തള്ളി അന്മയ്ക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചതോടെയാണ് രാധ സ്വന്തം വീട്ടിലേക്ക് തിരികെ എത്തുന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെ ചുവട് പിടിച്ച് സബ് കളക്ടറുടെ നേതൃത്വത്തിലെത്തിയ റവന്യൂ സംഘം മകനെയും കുടുംബത്തെയും പുറത്താക്കി വീട് രാധയ്ക്ക് തിരികെ നൽകുകയായിരുന്നു. 2021 രാധ മകനെതിരെ RDOക്ക് പരാതി നൽകുന്നത്. മകൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നും 7 വർഷത്തിലധികമായി മകൻ ശാരീരികമായി ആക്രമിച്ചെന്നും രാധ പരാതിയിൽ പറഞ്ഞിരുന്നു. RDO അമ്മയ്ക്ക് അനുകൂലമായി വിധി പറഞ്ഞതോടെ ഇത് ചോദ്യം ചെയ്ത് മകൻ ജില്ലാ കളക്ടറെ സമീപിച്ചു. കളക്ടറും അമ്മയ്ക്ക് അനുകൂലമായി ഉത്തരവിട്ടതോടെ മകൻ ഹൈക്കോടതിയിലെത്തിയെങ്കിലും അവിടെയും തിരിച്ചടി നേരിട്ടു. ഹൈക്കോടതി വിധി അറിയിച്ചെങ്കിലും താമസം മാറാൻ സമയം അനുവദിക്കണമെന്നായിരുന്നു മകന്റെ ആവശ്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 ദിവസം സമയം നൽകിയെങ്കിലും മകൻ മാറാൻ തയ്യാറായില്ല. ഇതോടെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം സബ് കളക്ടർ ദിലീപിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥരും തിരൂരങ്ങാടി പോലീസും വീട്ടിലെത്തിയത്. എന്നാൽ ഈ സമയം രാധയുടെ മകന്റെ മകൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ വാതിലടച്ച് വീട്ടിലിരുന്നെങ്കിലും ഉദ്യോഗസ്ഥർ പൂട്ടുപൊളിച്ച് അകത്തുകയറി. കേരള വിഷൻ, തിരൂരങ്ങാടി.